ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലത്തെ പരിപാടിയായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് കുളിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരാം. ഞാൻ രാവിലെ എഴുന്നേറ്റ് കതവ് തുറന്ന് പുറത്തെല്ലാം ഒന്ന് കറങ്ങും. വൈകിട്ടേ മുറ്റം തൂക്കും കേട്ടോ, പിന്നെ രാവിലെ തൂക്കത്തില്ല. അത് കഴിഞ്ഞ് ഞാൻ പോയി കഞ്ഞിക്ക് വെള്ളം വെച്ചു, പയർ വേവിക്കാൻ വെച്ചു, കാപ്പിക്ക് വെള്ളം വെച്ചു, ബസ്മതി റൈസ് എടുത്ത് വെള്ളത്തിലിട്ടു, മക്കളെ പഠിക്കാനിരുത്തി. ഇന്ന് അവർക്ക് എഗ് റൈസാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ബസ്മതി റൈസ് എടുത്ത് വെള്ളത്തിലിട്ടത്. അത് കഴിഞ്ഞ് കൊച്ചുമ്മയുടെ അടുത്ത് പോയി കുറച്ച് സമയം കൂടിയിരുന്നു. രണ്ടുപേരും ഈ മുറിയിൽ തന്നെ പഠിക്കാനിരിക്കുന്നത്. ഹോംവർക്കൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. ഇന്ന് വായിച്ച് പഠിക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു രണ്ടിടത്ത് ഇരിക്കാൻ പറഞ്ഞു. കൊച്ചുമ്മ ഒറ്റയ്ക്കേ ഉള്ളെങ്കിൽ അങ്ങ് സെറ്റ് വന്നിരിക്കും. ഇന്നിപ്പോൾ പരീക്ഷ ടൈമല്ലേ, അപ്പോൾ രണ്ടുപേരും പഠിക്കണമല്ലോ. അതുകൊണ്ട് രണ്ടുപേരും രാവിലെ എണീറ്റ് വന്നിരുന്ന് പഠിത്തം തുടങ്ങി. കൊച്ചുമ്മ പഠിക്കുന്നതെല്ലാം അപ്പോൾ അങ്ങ് മറന്നും പോകും. വായിക്കത്തില്ല. ഞാൻ വായിക്കാൻ പറഞ്ഞ് എന്നെ നോക്കിയത്. അനുമോൻ പഠിത്തം കഴിഞ്ഞ് അനുമോൻ്റെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് എടുത്ത് വെച്ച് റെഡിയായി ബാഗും കൊണ്ട് വാതൊക്കെ വെച്ചിട്ട് പോയി തുണിയെല്ലാം തേച്ച് കുളിച്ച് റെഡിയായിട്ട് വരും. ഞാൻ കൊച്ചമ്മയുടെ കൂടെ കുറേ സമയം ഇരുന്നു. അല്ലെങ്കിൽ പിന്നെ അടുക്കളയിൽ പോയിന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം. എഴുതും, നല്ലപോലെ അങ്ങ് എഴുതി പഠിക്കും. പക്ഷെ വായിക്കാൻ എപ്പോഴും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാനത് കഴിഞ്ഞ് അടുക്കളയിലേക്ക് പോയി എൻ്റെ പരിപാടികൾ ആരംഭിക്കണമല്ലോ. എഗ് റൈസിനുള്ള അരി കഴുകി വേവിക്കാൻ വെച്ചു. ഇതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കുന്നത് മുട്ട ഇങ്ങനെ വറുത്തിട്ട് ഇങ്ങനെ വരട്ടുന്ന ഒരു കറി ഇന്ന് ഇതിൻ്റെ കൂടെ കൊടുത്തു വിടാമെന്ന് വിചാരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇന്നൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതാവുമ്പോൾ 4 മണിക്കത്തേക്ക് കഴിക്കാനും ഇത് കൊടുത്തു വിടാം. പിള്ളേർക്ക് ഇഷ്ടമാണ്. അതിന് ചെറുപയർ വേവിച്ച് തേങ്ങായും ഏലക്കായും ജീരകവും ശർക്കരപ്പാനി എല്ലാം ഇട്ട് ഞാൻ റെഡിയാക്കി എടുത്ത്, ഞാൻ കുക്കറിൽ തന്നെ വേവിച്ചത്, അതുകൊണ്ട് കുക്കറിൽ തന്നെ ഇട്ടെല്ലാം ഞാനങ്ങ് മിക്സ് ചെയ്ത് എന്നിട്ട് കുഴക്കൊട്ട പോലെ ആക്കി വെച്ച് കൊടുക്കും. ഇതാകുമ്പം ഇത് പിള്ളേർ ഭയങ്കര ഇഷ്ടമാണ്. പയർ വേവിച്ച് കൊടുത്താലും തിന്നുമെങ്കിലും ഇത് ഇച്ചിരിയും കൂടി ഇഷ്ടമാണ്. മധുരം ഉണ്ടല്ലോ. അത് അപ്പോഴത്തേക്കും കൊച്ചുമ്മ റെഡി ആയിട്ട് വന്ന് എല്ലാം അടുക്കി പെറുക്കി വെച്ച് ബാഗിനകത്തെല്ലാം സെറ്റാക്കി. ഇനി കൊച്ചുമ്മ പോയി കുളിക്കും. അപ്പോഴത്തേക്കും അച്ഛൻ റെഡി ആയിട്ട് വന്നു. അച്ഛയ്ക്ക് പോകാൻ സമയം 8 മണിയാകുമ്പോൾ പോകണം. ഞാൻ അന്നേരത്തേക്കും അണ്ണന് വിളമ്പുക. ചോറ് ഞാൻ വെച്ച് റൈസ് കുക്കറിനകത്ത് ഇറക്കി വെച്ചു. ഇത് ഇന്ന് എല്ലാവർക്കും ഇന്ന് ഇത് തന്നെ, ഇന്ന് ഉച്ചക്കത്തേക്ക്. വൈകിട്ടത്തേക്കുള്ളതാണ് ചോറ്. ഇനി അച്ഛയെ വിട്ട് കഴിഞ്ഞേ ഉള്ളൂ ബാക്കി പരിപാടി. ഞാൻ അച്ഛയെന്ന് വിളിക്കുന്ന അണ്ണനെ തന്നെ അച്ഛയെന്ന് വിളിക്കുന്ന കേട്ടോ. മക്കൾ ഈ അച്ഛയെന്ന് വിളിച്ച് എൻ്റെ വായിലും അത് വരും. കൊച്ചുമ്മ കാത്തിരിക്കും അച്ഛയ്ക്ക് ബാഗെല്ലാം കൊടുത്തു വിടാം. അനുമോൻ ചെന്ന് ഗേറ്റൊക്കെ തുറന്നിടും. ഞാൻ ഈ ജനൽ വഴി വീഡിയോ എടുക്കുവാണേ. അതില്ല, കൊച്ചുമ്മ ഇപ്പം ചെന്നങ്ങ് പറഞ്ഞു കൊടുക്കും അച്ഛയോട്. ഇവള് ഭയങ്കര പുള്ളിയാണ്, അച്ഛയുടെ ആളാണ്. കണ്ടോ, അവൾ ഒറ്റി കൊടുത്ത കണ്ടോ. ഇപ്പം കണ്ടത് അച്ഛയാ തന്നെ ഒരു ഫ്ലൈയിങ് കിസിൻ്റെ ചാട്ടമാണ് ഇപ്പോൾ കാണുന്നത്. കണ്ടോ, വിളക്കമായി. ഇനി കൊച്ചുമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം അതൊക്കെ. ഇനി വന്നതേ കുളിച്ചെല്ലാം റെഡിയായി ഒരുങ്ങുക. ഒരുങ്ങി കഴിഞ്ഞ് ഞാൻ പറഞ്ഞു കഴിക്കണമെന്ന് പറഞ്ഞു. രണ്ടുപേരും കഴിച്ചു. അനുമോൻ മുടി കെട്ടി. അതിൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ അടുക്കള ഇച്ചിരി തിരക്കായിപ്പോയി. അത് കഴിഞ്ഞ് രണ്ടുപേരുടെയും പാത്രത്തിലേക്ക് കുഴക്കൊട്ട എടുത്ത് വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ ആ കൊച്ചുമ്മ പറഞ്ഞു എനിക്ക് 2 മതി. ഞാൻ പിന്നെയും ചോദിച്ചു മോനും, അപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ അനുമോൻ ഇച്ചിരി കൂടുതൽ കൊണ്ടുപോകും, കാരണം കൂട്ടുകാർക്ക് കൂടെ കൊടുക്കാമല്ലോ എന്നും പറഞ്ഞ് അവൾ കൊണ്ടുപോകും. കൊച്ചുമ്മയും കൂട്ടുകാർക്ക് കൊടുക്കും കേട്ടോ. പക്ഷേ ഇത് തന്നെ അവൾക്ക് ധാരാളമാണ്. അത്രേ അവൾ കഴിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ രണ്ടുപേരുടെയും ബാഗിനകത്തോട്ട് എല്ലാം ഒന്ന് എടുത്ത് വെച്ച് കൊടുത്ത് ഞാനൊന്ന് ചെക്ക് ചെയ്യും എല്ലാം ഉണ്ടോ എന്ന്. അവർ തന്നെ എടുത്ത് വെക്കുന്നതുകൊണ്ടേ. ഇനി കൊച്ചുമ്മ പോയി മുടി കെട്ടി കൊടുക്കണം. കൊച്ചുമ്മ അപ്പോഴത്തേക്കും പൊട്ടൊക്കെ തൊട്ട് പൗഡറൊക്കെ ഇട്ട് ഐഡൻറ്റി കാർഡും എല്ലാം ഇട്ട് നിന്ന് റെഡിയായിട്ട് എൻ്റെ അടുത്തോട്ട് ഇനി വരും. ഞാൻ അന്നേരം മുടി കെട്ടി. എന്നും കൊമ്പ് തന്നെ കെട്ടണമെന്ന് കൊച്ചുമ്മയ്ക്ക് നിർബന്ധം. അപ്പം ഇന്ന് ഞാൻ ഇച്ചിരി പുറമോട്ടാക്കി കെട്ടിക്കൊടുത്തു. ഇനി കൊമ്പും കെട്ടി ഷൂ ഇട്ട് റെഡിയായിട്ട് പോകണം. ഇത് ഞാൻ ഒരുക്കി കഴിഞ്ഞാലും പുള്ളിയുടെ സ്വന്തമായിട്ടുള്ളൊരു മേക്കപ്പാണ്. സ്വന്തമായിട്ട് ഇതുകൂടെ ചെയ്താലേ പുള്ളിക്ക് പൂർത്തിയാവും. ഇനി പൂജാമുറി കയറി വിളക്ക് കത്തിക്കുന്നിടത്തു നിന്ന് ചന്ദനവും കൂടെ തൊടും കേട്ടോ. ചന്ദനം തൊട്ടിട്ടേ പോകത്തുള്ളൂ. ഇതെൻ്റെ ചേച്ചിയുടെ മോളാണേ. ചേച്ചിയും മോളും ഇവിടെ വന്ന വണ്ടി കയറുന്നത്. അവൾ ഇവരുടെ കൂടെ ഇതേ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് ആ ഭാഗത്തോട്ട് വണ്ടി ചെല്ലത്തില്ല. നേരെ ഈ റൂട്ടിലാണ് വണ്ടി വരുന്നത്. വണ്ടി വന്നു, അവരെ കയറ്റി വിട്ടിട്ട് ഞാൻ നേരെ വീട്ടിനകത്തേക്ക് വന്നു. കണ്ടേ, ഇത് എൻ്റെ കൊച്ചുമ്മയുടെ കളിപ്പാട്ടങ്ങളാണ്. ഇതിനകത്തൊരു മുരുകൻ്റെ ഒരു വേലുണ്ട്. അത് അണ്ണൻ്റെ ഒരു കീച്ചേനായിരുന്നു. അപ്പോൾ അച്ഛൻ അത് വണ്ടിയിൽ നിന്ന് എടുത്ത് മോക്ക് കൊടുത്തു. അതും തലക്കീഴ് വെച്ചുകൊണ്ടേ കിടന്നുറങ്ങത്തുള്ളൂ എന്നും. ഇനി ഞാൻ അടുക്കളയിൽ കയറി എൻ്റെ പരിപാടി. പാത്രം കഴുകണം, ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കണം.
ഇവരെല്ലാവരും പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ്. ഇനി 5 മണി വരെ ഞാൻ 5 മണിയാകുമ്പോഴേ മക്കൾ തിരിച്ച് വരത്തുള്ളൂ. വണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു കൊടുക്കുക. കാരണം വണ്ടിയിൽ മറ്റു കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവർക്ക് താല്പര്യമുണ്ടോ എന്ന് നമുക്കറിയത്തില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചത്. രാവിലെ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പരിപാടി ഇതൊക്കെയാണ്. പാത്രം കഴുകി വൃത്തിയാക്കി ഇവിടെ എല്ലാം വൃത്തിയാക്കി ഇടുക, ചോറെടുത്ത് ഊറ്റാൻ വെക്കുക, പെരക്കകമെല്ലാം തൂത്ത് വാരുക, തുണിയെടുത്ത് കഴുകാനിട്ട് പിന്നെ അത് വാഷിംഗ് മെഷീനിട്ട് കഴുകി കഴിയുമ്പോൾ അത് എടുത്തുകൊണ്ട് വിരിക്കുക, വല്ലതും കഴിക്കുക, കയറി കിടന്നുറങ്ങുമോ അല്ലെങ്കിൽ വീഡിയോ കാണുമോ എന്തോ വെച്ചാൽ അന്നേരത്തെ മൂഡനുസരിച്ച് ചെയ്യും. പിന്നെ വൈകിട്ടത്തെ പരിപാടിയെല്ലാം പിന്നെ വൈകിട്ടേ ഉള്ളൂ. അതൊരു 3-3:30 ആകുമ്പോഴത്തേക്കും പിന്നെ തുടങ്ങും. ഈ തുണിയെല്ലാം എടുത്ത് മടക്കി കൊണ്ടുവച്ച് മുറ്റമൊക്കെ തൂത്ത് അങ്ങനെ വൈകിട്ടത്തെ പരിപാടിയെല്ലാം ഒരു 3:30 ആകുമ്പോൾ പിന്നെ ആരംഭിക്കും. ഈ വീടിനകത്ത് ഞാൻ ഒറ്റയ്ക്ക് എത്ര സമയം വേണമെങ്കിലും കേട്ടോ, എനിക്ക് ബോറടിക്കത്തില്ല. എല്ലാവരും എന്നോട് ചോദിക്കും നീ എങ്ങനെ അതിനകത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതെന്ന് ചോദിക്കും. പക്ഷേ എനിക്കറിയില്ല, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും എനിക്ക് ഏറ്റവും സേഫായിട്ടുള്ള ഒരു സ്ഥലവും എൻ്റെ ഈ വീടാണ്. അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും, പക്ഷേ എനിക്ക് എൻ്റെ വീട് പ്രിയപ്പെട്ടതാണ്. പ്രിയപ്പെട്ടതെന്ന് വെച്ചാൽ എന്താ പറയുക, വേറെ എവിടെയെങ്കിലും പോകണം അല്ലെ ഒരു കൂടിയിരുന്ന് സംസാരിക്കാം അങ്ങനെയൊന്നും എനിക്ക് തോന്നാറില്ല. അങ്ങനെ കിട്ടിയാലും ഞാൻ ആ ഭാഗം ആ ഒരു സമയം നല്ല വൈബായിട്ട് തന്നെ എടുക്കും. പക്ഷേ ഇതിനകത്തിരുന്നാലും എനിക്ക് ബോറടിക്കത്തില്ല, ഞാൻ ഹാപ്പിയാണ്. അടുത്തടുത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഞാൻ വീഡിയോ വെച്ച് കാണും യൂട്യൂബിനകത്ത്. നമുക്കിഷ്ടമുള്ള ആൾക്കാരെല്ലാം വീഡിയോ വെച്ച് കാണും, അത് തന്നെ ഒരു ഹാപ്പിനെസ് അല്ലേ. നല്ല ഹാപ്പി ആയിട്ടുള്ള വീഡിയോകളെല്ലാം വെച്ചിരുന്ന് കാണും. കുറച്ച് സമയം ഇവിടെ എല്ലാം ഇറങ്ങി ഒന്ന് കറങ്ങി നടക്കും. ഇവിടെ തന്നെ ഇതിനകത്ത് തന്നെ എല്ലാ റോളും. ഇപ്പം പിന്നെ എനിക്ക് വീഡിയോ ഇടേണ്ടത് കൊണ്ടും ഷോർട്സ് എടുക്കേണ്ടത് കൊണ്ടും ഇപ്പം ഞാൻ അതിൻ്റെ കാര്യങ്ങളും കൂടെ ഇപ്പം ചെയ്യും. അതിനൊക്കെ കുറച്ച് സമയം മതി. ഞാനാണെങ്കിൽ കുറച്ച് പാത്രം എടുത്ത് ഓണത്തിൻ്റെ ക്ലീനിങ് കുറേശ്ശെയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കെല്ലാം പെട്ടെന്ന് ചെയ്യാൻ നേരത്തെ എല്ലാം പെട്ടെന്ന് ചെയ്യുമായിരുന്നു. ഇപ്പം എല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് ഹെൽത്ത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം പതിയെ ഓരോ ദിവസവും ഓരോന്നായിട്ട് അപ്പോൾ ഈ ഒരു ഷെൽഫെല്ലാം ഞാൻ വൃത്തിയാക്കിയായിരുന്നു. അന്നേരം മക്കൾ സ്കൂളിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന കുഞ്ഞു കറിപ്പാത്രങ്ങളായത്. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, എക്സാം ഇനി ഒരു ദിവസവും കൂടിയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആവശ്യം ഇനി ഇല്ലല്ലോ. അപ്പോൾ ഞാനതെല്ലാം എടുത്തങ്ങ് വെച്ചു. ഇനി പെരക്കകം കൂടെ തൂത്തുവാരി തുണിയെടുത്ത് വാഷിംഗ് മെഷീനകത്ത് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് കറണ്ട് പോയത്. അന്നേരമാണ് മനസ്സിലായത് ഇനി 5 മണി കഴിഞ്ഞേ കറണ്ട് വരത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ തുണി കഴുക് ചീറ്റിപ്പോയി. നാളെ അപ്പം ഇരട്ടിയാവും. വാഷിംഗ് മെഷീൻ കഴുകുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ഞാൻ കഴിക്കാൻ എടുത്തുകൊണ്ട് വന്നു. ഞാൻ കഴിക്കാൻ വന്നിരുന്നു. ഇനി എനിക്ക് ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ചുമ്മാ ഇരുന്നാൽ മതി. തുണി കഴുകിയിട്ട് ഇനി വിരിക്കണ്ടല്ലോ, കാരണം കറണ്ടില്ലല്ലോ. ഞാൻ ഈ കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ടോ, ഞാൻ വെറുതെ ഇരിക്കും, ഇനി ഇതിനകത്ത് ചുമ്മാ ഇരുന്നാൽ മതി, ഷോർട്സ് എടുത്താൽ മതി എന്നൊക്കെ തന്നെ ഞാൻ ഈ പറയുന്നത് കേട്ടോ. ആദ്യം ഞാൻ ഓൺ വോയിസിന് ഇടാമെന്ന് വെച്ചു. പിന്നെ അപ്പോൾ എന്തൊക്കെയോ ഡിസ്റ്റർബൻസ് സൗണ്ട് അപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ വോയിസ് ഓവർ കൊടുക്കാമെന്ന്. എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ, കുഴക്കട്ടെ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇതിനകത്ത് ഫില്ലിങ്സ് വെച്ചിട്ട് ബാക്കി കുറച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ വൈകിട്ട് വരുമ്പോൾ തരണേന്ന് പറഞ്ഞിട്ടാണ് രണ്ടുപേരും പോയേക്കുന്നത്. അപ്പോൾ അത് വൈകിട്ട് അതായിട്ട് കോരി തിന്നോളും. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പോരായ്മകളൊക്കെ കാണും. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് അറിയിക്കണം. എങ്കിലല്ലേ തിരുത്തിയിട്ട് കൂടുതൽ നല്ലതായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരും വരേക്കും ടാറ്റാ.